الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. 23-ാമത്തെ ആയത്ത്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് എന്ന് പറയുന്ന ആയത്ത് സാമാന്യം ദീർഘമായ ആയത്താണ്. വളരെ അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ തഫ്സീർ ഒന്നിലധികം തവണ നമ്മൾ വായിക്കുകയും മനസ്സിൽ അത് ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. ആ ആയത്ത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ. അത് ശക്തമായ ഒരു വഈദ് കൂടിയാണ്, അള്ളാഹുവിന്റെ ഒരു താക്കീത് കൂടിയാണ്. അഫമൻ യത്തഖീ ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമഹ വഖീല ലിൽളാലിമീന ദൂഖൂ മാ കുൻതും തക്സിബൂൻ. അഫമൻ യത്തഖീ ബിവജ്ഹിഹി സൂഅൽ അദാബ് യൗമൽ ഖിയാമ. ഒരുത്തനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അവന്റെ അവസ്ഥ അന്ത്യനാളിൽ എപ്രകാരമായിരിക്കും? അവൻ മറ്റുള്ളവരോട്, എന്നാൽ നല്ല ആളുകളോട് സമമായിരിക്കുമോ? ഇത് അറബിയിലുള്ള ഒരു പ്രത്യേക രീതിയാണ്, ഒരു ശൈലീ വിശേഷമാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അള്ളാഹു ചോദിക്കുന്നു, ആദ്യം ഹംസ കൊണ്ട് തുടങ്ങി, ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ആണോ? മൻ യത്തഖി, ഒരുവൻ, അവൻ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ തടുക്കുന്നത്. ഇത്തഖ യത്തഖി എന്ന് പറഞ്ഞാൽ തടുക്കുക, സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ് അയാൾ തടുക്കുന്നത്? ബിവജ്ഹിഹി, അയാളുടെ മുഖം കൊണ്ടാണ്. മുഖം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും ശ്രേഷ്ഠമായ അവയവമാണ്. ആ അവയവത്തിന് എന്തെങ്കിലും ബാധിക്കുന്നത് മറ്റ് അവയവങ്ങൾ കൊണ്ട് തടുക്കുക എന്നുള്ളതാണ് രീതി. മാത്രമല്ല, ഒരു മനുഷ്യൻ
മറ്റൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഖബ്ബഹല്ലാഹു വജ്ഹക് പോലുള്ള പദപ്രയോഗങ്ങൾ നടത്തരുത് എന്ന് വിലക്ക് വന്നിട്ടുള്ളതുമാണ്. മനുഷ്യന്റെ മുഖത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഇക്റാം, ബഹുമാനത്തിന്റെ ആദരവിന്റെ ഒരു ഭാഗം കൂടിയാണത്. അങ്ങനെയുള്ള ഏറ്റവും അഷ്റഫായ ആ അവയവം കൊണ്ടാണ് അയാൾ തടുക്കേണ്ടി വരുന്നത് സൂഅൽ അദാബ്, ഏറ്റവും മോശമായ ശിക്ഷ, യൗമൽ ഖിയാമ എന്ന്. എവിടെ വെച്ച്? അന്ത്യനാളിൽ ഒരുവൻ അയാളുടെ മുഖം കൊണ്ട് ഏറ്റവും മോശമായ ശിക്ഷ തടുക്കേണ്ടി വരുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കും. അവൻ സമമാണോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുള്ളൂ. ആരോട് സമമാണോ എന്നുള്ളത് ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി കാര്യം പറഞ്ഞിട്ടില്ല. അത് അണ്ടർസ്റ്റുഡ് ആണ്. ആരുമായിട്ട് സമമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പത്തെ വചനത്തിൽ അള്ളാഹുവിനെ അറിയാൻ, അവനിൽ വിശ്വാസമർപ്പിക്കാൻ, ആ വിശ്വാസം യഖീനാക്കി തീർക്കാൻ, അത് മുഖേന അവന് ഹിദായത്ത് ലഭിക്കാൻ, ആ ഹിദായത്തിന്റെ വെളിച്ചത്താൽ നയിക്കപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ, അവൻ ഇഹത്തിലും പരത്തിലും ആമിനാണ്, അവൻ മുഅ്മിനാണ്, നിർഭയനാണ്. ആ നിർഭയത്വം അവന്റെ ജീവിതത്തിലുടനീളം ദുനിയാവിലും ബർസഖിലും നാളെ പരലോകത്തും ആ അമ്ന് അവൻ ആസ്വദിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് ഇവനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനാകുമോ? രണ്ടുപേരുടെയും ജീവിതം സമമാകുമോ? ഇതാണ് ചോദ്യം. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വായുവിൽ നിന്ന് എടുത്തതല്ല, മറിച്ച് മിൻ സിയാഖിൽ കലാം, അള്ളാഹുവിന്റെ വചനങ്ങളുടെ സിയാഖിൽ നിന്ന്, കോണ്ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. ഇതിന്റെ തൊട്ടു മുമ്പത്തെ വചനവും ഈ വചനവും കൂടി നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മഫ്ഹൂമാണത്. നമ്മൾ ഏതൊരു വാക്യം വായിക്കുമ്പോഴും അതിന് രണ്ട് തരത്തിലുള്ള അർത്ഥം ഉണ്ടായിരിക്കും. ഒന്ന് മൻതൂഖ്, നതഖ യൻതിഖു, നുതുഖുൻ, മൻതൂഖുൻ, നാതിഖുൻ എന്നൊക്കെ നമുക്കറിയാവുന്ന വാക്കാണ്. നതഖ എന്ന് പറഞ്ഞാൽ ടു അട്ടർ എ വേർഡ്, ഒരു വാക്കൊരാൾ ഉച്ചരിക്കുന്നതിനാണ് നതഖ യൻതിഖ്. ഒരു ഭാഷ സംസാരിക്കുന്ന ആള് എന്നുള്ളതിന് നാതിഖ് എന്നാ പറയാ. അന്നാതിഖ് ബിൽ മലൈബാരിയ, നാതിഖ് ബിൽ ഇൻജിലീസിയ, നാതിഖ് ബിൽ അറബിയ, അന്നാതിഖീന ബിഗൈരിഹ, മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ. അപ്പൊ മന്തൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററൽ മീനിങ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ വിവക്ഷ ലിറ്ററൽ മീനിങ്, അക്ഷരാർത്ഥം എന്നാണ് പറയാ. അതിന് വേഴ്സസ് അഭിമുഖമായി നമുക്ക് പറയാനുള്ളത് മഫ്ഹൂം, ലിറ്ററൽ മീനിങ് അല്ല, മറിച്ച് വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് മഫ്ഹൂം. അങ്ങനെയുള്ള ഈ രണ്ട് ആയത്തുകളുടെയും മഫ്ഹൂമിൽപ്പെട്ട കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു ശൈലി ഖുർആനിൽ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അഫമൻ യത്തഖീ ബിവജ്ഹിഹി, യാതൊരുവൻ അവന്റെ മുഖം കൊണ്ടാണ് തടുക്കുന്നത് സൂഅൽ അദാബ്, ഏറ്റവും മോശമായ ശിക്ഷയെ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അവനാണോ എന്ന് ചോദിച്ചാൽ അവൻ സമമാണോ? അവനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനാകുമോ? ആരുമായിട്ട്? ഇതിന്റെ തൊട്ടു മുമ്പത്തെ വചനത്തിൽ പറഞ്ഞവരുമായിട്ട്. ആ തൊട്ടു മുമ്പത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശദീകരിച്ചല്ലോ. ആ ആളുകളുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ആ ആയത്ത് മൊത്തം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളാണ് ഞാൻ പറഞ്ഞത്.
ഒരാൾ അള്ളാഹനെ അറിയുന്നു, അറിയുമ്പോൾ അത് ക്രമേണ ഈമാനാകുന്നു, ആ ഈമാൻ പിന്നീട് യഖീനാകുന്നു, ആ ഈമാൻ അനുസരിച്ചുള്ള ജീവിതം അയാൾക്ക് ഹിദായത്തിന് അള്ളാഹു കാരണമാക്കി അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കുന്നു. ഹിദായത്ത് എന്ന് പറയുന്നത് നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖുലൂബി മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹു അവനുദ്ദേശിക്കുന്ന അവന്റെ അടിയാറുകളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശത്താൽ അയാൾ നയിക്കപ്പെടുന്നു. ആ പ്രകാശം ഹൃദയത്തിന്റെ വിളക്കുമാടത്തിലാണ്. ഹൃദയത്തെ നിങ്ങളൊരു വിളക്കുമാടമായി സങ്കല്പിക്കും. ആ വിളക്കുമാടത്തിൽ അള്ളാഹു കൊണ്ടുവെക്കുന്ന ഒരു പ്രകാശാണത്. അത് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ വസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുരി യുഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളി ലൗ ലം തംസസു നാർ നൂറുൻ അലാ നൂർ. പ്രകാശത്തിന്റെ അട്ടിപ്പേറുകളെ സംബന്ധിച്ച് അവിടെ ആയത്തുൻ നൂറിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രകാശം അത് അയാൾക്ക് ദുനിയാവിലുണ്ട്, ബർസഖിൽ ഖബറിലുണ്ട്, പിന്നെ പരലോകത്തിലുണ്ട്. ആ പ്രകാശം കിട്ടാത്ത ആളുകൾ അവര് ദുനിയാവിൽ തന്നെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർ ശുബ്ഹാത്തുകളിലാണ്, ആശയക്കുഴപ്പങ്ങളിലാണ്. ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെളിച്ചങ്ങളും ഒന്നിച്ച് അസ്തമിച്ചു പോയ ഭയാനകമായ ഒരു ശൂന്യതയിൽ, ഒരു ഇരുട്ടിൽ അദ്ദേഹം അകപ്പെട്ടതുപോലെയാണ് ഉണ്ടാവുക. പരലോകത്ത് വെച്ചാണെങ്കിൽ ഈ വെളിച്ചം കിട്ടിയിട്ടുള്ള ആളുകൾ മുന്നിൽ ഗമിക്കുമ്പോൾ അവരോട് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, നൂരിക്കും, ഞങ്ങളെയും കൂടെ ഒന്ന് നോക്കൂ, ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കൂ, ഞങ്ങൾ ആ വിളിച്ചൊന്ന് കിട്ടട്ടെ. എവിടുന്ന് കിട്ടാൻ? യാതൊരുവന് അള്ളാഹു പ്രകാശം വേണ്ടെന്ന് വെച്ചുവോ അവന് പിന്നെ പ്രകാശം കിട്ടിയല്ല. ഇങ്ങനെ പ്രകാശം കിട്ടിയ ഒരു മനുഷ്യനും ഇവനും സമാകുമോ? ഇവന്റെ ദുരവസ്ഥ ഇങ്ങനെയാണ്. എന്താണ് അവന്റെ അവസ്ഥ? അവന്റെ ശരീരത്തിലെ അഷ്റഫുൽ അഅ്ളാ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും സെൻസിറ്റീവായ അവയവം അവന്റെ മുഖമാണ്. ആ മുഖത്തിന് കൊടുക്കുന്ന ആദരവിന്റെ ഭാഗം ഖബ്ബഹല്ലാഹു വജ്ഹക് എന്ന് ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലെന്ന വിലക്ക് വന്നത് അതുകൊണ്ടാണ്. മുഖത്ത് അടിക്കരുത് എന്ന് പ്രത്യേകമായ കൽപ്പന വന്നിട്ടുള്ളതാണ്. ആ മുഖം കൊണ്ടാണ് അയാൾ തടുക്കേണ്ടി വരുന്നത്. കൈകൊണ്ട് തടുക്കാനാവുന്നില്ല, കാലുകൊണ്ട് തടുക്കാനാകുന്നില്ല, ആയുധങ്ങൾ കൊണ്ട് തടുക്കാനാകുന്നില്ല. കാരണം അയാളുടെ ഇരു കൈകളും മഗ്ലൂലത്തൻ ഇല ഉനുഖി, അയാളുടെ പെരടിയിലേക്ക് ബന്ധിച്ചിരിക്കുകയാണ്. അതാണ് അയാളുടെ അവസ്ഥ. അവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവനും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആ വെളിച്ചം കിട്ടിയവരും സമമാകുമോ? വഖീല ലിൽസാലിമീൻ എന്ന് മാത്രമല്ല, അല്ലാലിമൂന ലി അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയിട്ടുള്ള, അന്യായം പ്രവർത്തിച്ചു പോയിട്ടുള്ള അതിക്രമകാരികളോട് അവിടെ വെച്ച് പറയും, ഇതൊക്കെ നിങ്ങളായി വരുത്തി വെച്ചതാണ്. ദൂഖു, ഇനി നിങ്ങൾ ആസ്വദിച്ചോ, അനുഭവിച്ചോ, വേറെ നിവൃത്തിയൊന്നുമില്ല. വമാ ലിൽസാലിമി വദൂഖു മാ കുൻതും തക്സിബൂൻ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ, നിങ്ങൾ വാരിക്കൂട്ടിയതാണ്, അതിന് നിങ്ങൾ സഹിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ? സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കിൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഒരുവൻ, അവൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, മുഖം കുത്തി വീണിട്ടാണ്. അകബ്ബ അലാ വജ്ഹിഹി, മുഖം കുത്തിയിട്ട് വീഴ.
അങ്ങനെ മുഖം കുത്തി വീഴുന്ന ഒരു മനുഷ്യൻ, ആ മുഖം കുത്തി വീണിട്ട് മുഖത്തിൽ മുഖം വലിച്ചഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ അഹിദ അമ്മൻ യംശി സവിയ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും നടക്കാനും കഴിയുന്ന ഒരു മനുഷ്യന് സമമാകുമോ? അപ്പൊ ജീവിതത്തിൽ മൂല്യങ്ങൾ ആകെ കുഴാമറിഞ്ഞു പോയിട്ടുള്ള ചില ആളുകളുണ്ട്. നന്മകളെ അവർ തിന്മകളും തിന്മകളെ അവർ നന്മകളുമാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. എല്ലാ നന്മയും അവരെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട കാര്യമാണ്. അത് സദാചാര പോലീസിംഗ് ആണ്. അത് വലിയ സദാചാര ചമയലാണ്. അത് എന്ന് പറഞ്ഞാൽ പുരോഗതിക്കെതിരാണ്. അത് ഇപ്പോഴത്തെ ഏറ്റവും ആധുനികരായിട്ടുള്ള ജൻസി അവരുടെ വൈബിനെതിരാണ്. ഇങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. ഒരു നല്ല കാര്യവും നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നൂല, ഒരു ചീത്ത കാര്യവും ചീത്തയായിട്ട് അവർക്ക് തോന്നൂല. ഈ വഷളത്തരം വലിയ ഒരു അലങ്കാരമായി തലയിൽ കൊണ്ട് നടക്കുന്നവരാണവർ. അങ്ങനെയുള്ള ആളുകൾ അവര് എല്ലാം തല കുത്തനെയാണ്, മുഖം കുത്തിയാണ് അവർ നടക്കുക. ആ മുഖം കുത്തി നടക്കുന്നവർ അവര് പരലോകത്ത് വരുമ്പോ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് മുഖം കുത്തിയിട്ടാണ്. ആ ശിക്ഷയിൽ നരകാഗ്നിയിൽ അവരുടെ മുഖം കുത്തി നടക്കേണ്ടി വരും, മുഖം വലിച്ചിഴക്കപ്പെടും. അപ്പൊ ആ നടത്തം ദുനിയാവിലാണെങ്കിലും ബർസഖിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും മുക്കിബ്ബൻ അലാ വജ്ഹിഹി, അവന്റെ മുഖം കുത്തി വീണ് മുഖത്തിലാണ് അവൻ വലിച്ചിഴക്കപ്പെടുന്നത്. അവൻ സമമാണോ? അവനെ നിങ്ങൾ താരതമ്യം ചെയ്യുമോ? ആരുമായി? യംശി സവിയൻ അലാ സിറാത്തി മുസ്തഖീം, അവൻ സവിയായിട്ടാണ് നടക്കുന്നത്. സ്ട്രെയിറ്റ് അവേ, കറക്റ്റ് ആയിട്ടാണ്, അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു, ഇരുകാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, നട്ടെല്ലിൽ നിവർന്നു നിൽക്കുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് അയാൾ നടന്നു പോകുന്നു, ഒരു പ്രയാസമില്ല. അവനോട് ഇത്തരക്കാരെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരും സമമാകുമോ എന്ന് അള്ളാഹു ചോദിച്ചത് ഇതേ ആശയത്തിലാണ്. എന്ന് മാത്രല്ല, മുഖം കുത്തി വീണു എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീണു, ഒരു വീഴ്ചയിൽ തീരുന്നതല്ല പ്രശ്നം. അള്ളാഹു പറയുന്നുണ്ട്, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ذوقوا مس سقر. സൂറത്തുൽ ഖമറിൽ അള്ളാഹു ആ കാര്യം ഒന്നുകൂടി വിശദീകരിച്ചത് അങ്ങനെയാണ്. യൗം, അന്നേ ദിവസം, അഥവാ യൗമൽ ഖിയാമ. യുസ്ഹബൂൻ, സഹബ എന്ന് പറഞ്ഞാൽ വെച്ച് വലിക്കുക, കീറുക, വലിക്കുക. സാധാരണ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ ജിൽദു മുജിൽത കിസ്ഹബുഹു അല ഷൗക്ക്. നാടനാണ്. തൊലി ഉണ്ടല്ലോ, ശരി, നമ്മുടെ ത്വക്ക്, സ്കിന്ന്, തൊലി എന്റെ തൊലി അല്ലെങ്കിൽ ആരാന്റേതാണെങ്കിൽ ഇസ്ഹബുഹു അല ഷൗക്ക്, മുള്ളുമട്ട് വലിച്ചോ. കാട്ടിലാന കാട്ടിലെ മരം തേവര ആന വലി എന്ന് പറഞ്ഞില്ലേ, ആ വലി. ഇസ്ഹബുഹു അല ഷൗക്ക്. സഹബ എന്ന് പറഞ്ഞാൽ വലിക്കുക എന്നാണ്. ഇപ്പൊ കാറൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ വലിച്ചു കൊണ്ടുപോകുന്നതിന് സഹബ് എന്നാ, റിക്കവറിക്ക് അതാ പറയാ, സഹബ്. ബാങ്ക് പോയിട്ട് പൈസ വിഡ്രോവൽ എന്നുള്ളതിന് സഹബ് എന്നാ പറയാ, മസ്ഊബാത്ത് എന്ന മാതിരി ഇട്ട് വലിക്കുകയാണ്. യുസ്ഹബൂന അലാ വുജൂഹിഹിം യുസ്ഹബൂന ഫിന്നാർ അലാ വുജൂഹിഹിം, നരകത്തിലിട്ടിട്ട് അവരെ മുഖം ഇങ്ങനെ ഉരസി വലിച്ചു കൊണ്ടുപോകുകയാണ്. അങ്ങനത്തെ ഒരു സമയം, ഒരു ഘട്ടം അവർക്ക് വരാനിരിക്കുന്നു. എന്നിട്ട് അത് അവരെ അനുഭവിപ്പിക്കുമ്പോ അവരോട് പറയുന്ന വാക്കോ, നോക്കൂ, നന്നായിട്ട് ആസ്വദിച്ചോ. മസ്സ സഖർ. സഖർ എന്ന് പറയുന്നത് നരകത്തിന്റെ മറ്റൊരു പേരാണ്. നരകത്തിന്റെ ഏറ്റവും ഭയാനകമായ ഒരു ഭാഗത്തിനാണ് നരകത്തിന് പറയുന്ന ഒരു പേരാണ് സഖർ. മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. അവരോട് ചോദിക്കും, നരകത്തിലേക്ക് ചില ആൾക്കാരെ കൊണ്ടുവന്നിടുന്ന സമയത്ത്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? നിങ്ങൾ വലിയ പഠിപ്പിസ്റ്റുകളായിരുന്നല്ലോ, നല്ലവരായിരുന്നല്ലോ ദുന്യാവിൽ, എന്ത് പറ്റി നിങ്ങൾക്ക്? അപ്പൊ അവര് പറയാ, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് മുറിഞ്ഞോടത്ത് ഉപ്പ് തേക്കൂല, ഒരു കാരക്ക ചീള് പോലും കൊടുക്കൂല, ഇതായിരുന്നു ഞങ്ങളുടെ സ്വഭാവം. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങള് എല്ലാ തോന്നിയാസം ചെയ്യുന്ന ആളുകളുടെ കൂടെ തോന്നിയാസത്തിൽ കൂത്താടുകയായിരുന്നു, അറമാദിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.
അവര് സക്കറിന്റെ സക്കർ എന്ന് പറയുന്ന നരകത്തിന്റെ ഭാഗത്തിലേക്കാണ് അവരെ കൊണ്ടുവരിക. ആ സക്കർ ഉണ്ടല്ലോ, അതിഭയാനകമായ സക്കർ, നരകാഗ്നി, അതിനി നിങ്ങൾ അനുഭവിച്ചോ? ഇനി നിങ്ങൾ അനുഭവിക്കല്ലാതെ. അപ്പൊ ഞങ്ങൾക്കൊരു മടക്കം തരികയാണെങ്കിൽ നന്നായിക്കളാന്നൊക്കെ അവർ പറഞ്ഞു വെക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുക്കുന്ന മറുപടി, അലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. എന്തേ? മതിയായ ഒരു കാലയളവ്, ഒരു പുരുഷായുസിന്റെ കാലം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ആലോചിക്കുന്ന ആളുകൾക്ക്, പര്യാലോചിക്കേണ്ട ആളുകൾക്ക് പര്യാലോചിക്കാൻ മതിയായ ഒരു സമയം. വജാഅകുമുൻ നദീർ എന്നല്ല, നിങ്ങൾക്ക് ഈ കാര്യം ഉണർത്താനും താക്കീത് നൽകാനും താക്കീതുകാരെ അയച്ചു തന്നിട്ടില്ലേ? ഇനി അതിനപ്പുറം വേറൊന്നില്ല. ഇനി മടക്കിയാൽ, രണ്ടാമത് മടക്കിയാലും ഇതന്നെ നിങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾ എന്താകും എന്ന കാര്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വമാലിൽ ളാലിമീന മിൻ നസ്ർ. ഇത്തരം അക്രമകാരികൾക്ക് ഇനി വേറൊരു സഹായിനെ നോക്കണ്ട, അതിവിടെ ഇല്ല. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രല്ല, സൂറത്തുൽ ഫുസ്സിലത്തിലും ഈ കാര്യം ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ ശൈലികളിൽ അള്ളാഹു പരാമർശിച്ചു പോയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്തുകൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. സൂറത്തു ഫുസ്സിലത്തില് വന്നിട്ടുള്ള ആയത്ത് ഇങ്ങനെയാണ്: അഫമൻ യുൽഖാ ഫിന്നാർ ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമah. അഫമൻ, ഒരുത്തൻ, യുൽഖാ ഫിന്നാർ, അവനെ കൊണ്ടുപോയി നരകത്തിലെറിയുന്നു, ഒരു കാരുണ്യമില്ലാതെ, ഒരു ദാക്ഷിണ്യമില്ലാതെ, ഒരു നോട്ടം അവന് കിട്ടാതെ, ഒരു പരിഗണന കിട്ടാതെ, ഒട്ടുമേ കാരുണ്യമില്ലാതെ അതിക്രൂരമായിട്ട് നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരുവൻ ഖൈറുൻ, അവനാണോ നല്ലത്? അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമah. മറിച്ച് ഖിയാമത്ത് നാളിൽ വേറൊരുത്തം വരുന്നു, അവൻ പൂർണ്ണമായ അമ്നിലാണ്. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ അല്ലദീന ആമനൂ വലം യൽബിസൂ ബിഈമാനിഹിം അവലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിലാണ് വിശ്വസിച്ചു, അവനിലെല്ലാം ഏൽപ്പിച്ചു, അവനുള്ള വിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള കലർപ്പും യാതൊരു പങ്കവും ശിർക്കിന്റെ ഒരു ഭാവവും അവൻ അതിലേക്ക് കലർത്തിയതേയില്ല. ശുദ്ധമായ തൗഹീദ്, ശുദ്ധമായ വിശ്വാസം, അടിയുറച്ച വിശ്വാസം, അചഞ്ചലമായ ഈമാൻ. അങ്ങനെയുള്ള ഒരുത്തൻ, ശിർക്ക് അതിൽ കലർന്നതേയില്ല. ലാ അസ്ഗർ വല അക്ബർ, അക്ബർ ഇല്ല എന്ന് മാത്രമല്ല അസ്ഗറും ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് അള്ളാഹു മുഅ്മിൻ എന്ന് പേര് കൊടുത്തത്. അവർക്കാണ് അള്ളാഹു അംന് നൽകുന്നത്. അംന് ഫിദ്ദുനിയ വഫിൽ ബർസഖ് വഫിൽ ആഖിറ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും, ഐഹിക ജീവിതത്തിൽ മിനശ്ശഹവാതി വശുബ്ഹാത്ത്, എല്ലാവിധ ശുബ്ഹാത്തുകളിൽ നിന്നും ഷഹവാത്തുകളിൽ നിന്നും അള്ളാഹ് അവർക്ക് നിർഭയത്വം കൊടുത്തു, രക്ഷ കൊടുത്തു. പരലോകത്ത് വരുമ്പോ മലക്കുകളുടെ ചോദ്യത്തിൽ നിന്ന് ഒരു പ്രശ്നമല്ല. റബ്ബുക്, റബ്ബി അല്ലാഹ്, വമൻ നബിയുക്, നബി മുഹമ്മദ്, വമാ ദീനുക്, ദീനിയൽ ഇസ്ലാം തുടങ്ങി അവരുടെ ചോദ്യങ്ങൾ നിഷ്പ്രയാസം ഉത്തരം ചെയ്യുന്നു. അവരോട് മലക്കുകൾ അവസാനം ചോദ്യമെല്ലാം നിർത്തിയിട്ട് പറയുന്നു, നൗമത്തൽ അറൂസ്, ഒരു പുതുമാരൻ ഉറങ്ങുന്ന പോലെ സന്തോഷത്തിൽ കിടന്നുറങ്ങിക്കും. അവന്റെ ആ ബർസഖിലുള്ള ജീവിതത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ചാനൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. യതീമിൻ റൗഹിഹ, ആ സ്വർഗത്തിന്റെ പരിമളങ്ങൾ, അതിന്റെ സുഖപ്രദമായ അനുഭവങ്ങൾ അവനിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ അന്ത്യനാൾ വരെ പുതുമാരൻ ഉറങ്ങുന്ന ആ സന്തോഷത്തിൽ, ആനന്ദത്തിൽ അവൻ അങ്ങ് ഉറങ്ങിപ്പോകുന്ന പറയുന്നത്. ഖിയാമത്ത് നാളിൽ അവരെന്ന് പറഞ്ഞാൽ അവർ അമ്നിലാണ്, അവർക്കൊന്നും പേടിക്കാനില്ല. കാരണം അവർ ഈ ദുനിയാവിൽ അള്ളാഹിനെ സൂക്ഷിച്ചവരാണ്, ചെയ്യേണ്ടത് ചെയ്തവരാണ്, പാടില്ലാത്ത അരുതാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നവരാണ്. ഇതാണ് അവരുടെ പ്രത്യേകത. അങ്ങനെയുള്ള അമ്നുള്ള ആളുകളും സമമാകുമോ? അമ്മൻ യഅതി ആമിനൻ, വിശ്വാസം ഉൾക്കൊണ്ടു, പൂർണ്ണമായ നിർഭയത്വം കൈവരിച്ചു, ദുനിയാവിലും ബർസഖിലും പരലോകത്തും
അങ്ങനെയുള്ള ആമിനായ നിർഭയനായ മനുഷ്യരുമായി ഇവരെ സമമാകുമോ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഇങ്ങനെ ഈ ആശയം പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച്, അതൊരിടത്ത് പറഞ്ഞത് രണ്ടാമതൊരിടത്ത് പറഞ്ഞതുമായി വായിച്ചു നോക്കുമ്പോൾ മുത്തശാബിഹൻ, പരസ്പര സദൃശങ്ങളാണ്. എന്നാൽ പരസ്പര സദൃശങ്ങളാണെങ്കിലും അതിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ ആശയാവലികളിലേക്ക്, ആശയാവലികൾ അടുക്കി വെച്ചിരിക്കുന്ന അടരുകളിലേക്ക് നമ്മൾ ഊഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, അനുഭൂതികൾ, അനുഭവങ്ങൾ അത് കുറെ വ്യത്യസ്തങ്ങളാണ്. അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അവ എടുത്തു വെച്ചിട്ട് അവയുടെ സിയാക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഒരു വെളിച്ചം വേറെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള ആ ശിക്ഷ, അഥവാ സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ ശിക്ഷ, അത് സ്വന്തം മുഖം കൊണ്ട് തടുക്കേണ്ടി വരുന്നവൻ അവൻ സമമാണോ? ആരുമായിട്ട് സമമാണോ? ഇതിന് തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഹിദായത്ത് ലഭിച്ചിട്ടുള്ള, വെളിച്ചം ലഭിച്ചിട്ടുള്ള, അമ്ന് ലഭിച്ചിട്ടുള്ള ആ മുത്തഖീങ്ങളായ മനുഷ്യന്മാരുമായിട്ട് ഇവൻ സമമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ലാ അബദൻ വഖീല ലിൽസാലിമീൻ. അന്നേ ദിവസം ഇത്തരം അതിക്രമകാരികളോട് പറയപ്പെടുക, ദൂഖു, ഇനി നിങ്ങൾ അനുഭവിച്ചോളൂ, വേറെ വഴികളൊന്നുമില്ല, ഒരു തിരിച്ചുപോക്കില്ല, അതിന്റെ കാലം കഴിഞ്ഞു, ഇൻതഹദ്ദൗ, ആ ഘട്ടം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്നത് മാ കുന്തും തക്സിബൂൻ, നിങ്ങളായിട്ട് സമ്പാദിച്ചു വെച്ചത് തന്നെയാണ്, നിങ്ങളായിട്ട് വലിച്ചു കൂട്ടിയത് തന്നെയാണ്. ദുനിയാവില് നമ്മുടെയൊക്കെ താല്പര്യങ്ങൾ അങ്ങനെയാണ്. ഇവിടെ ചെറിയ കാലാണ്, അത് നമ്മൾ ആലോചിക്കൂല. പക്ഷെ ഇവിടെ കിട്ടണല്ല. ഇവിടെ നമുക്ക് കൈ കിട്ടിയത് അത് വിട്ടിട്ട് ഇനി പറക്കണീനെ പിടിക്കാൻ പോകണ്ട എന്ന ലോജിക്കൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. നമ്മളെ കൈ കിട്ടിയതാണ്, അത് ആവുന്നിടത്തോളം, കിട്ടാവുന്നിടത്തോളം, കഴിയുന്നിടത്തോളം വാരി വലിക്കാം. അങ്ങനെ വാരി വലിച്ച ആളുകൾ അവരോട് പറയും, മാ കുന്തും തക്സിബൂൻ, വാരി വലിച്ചത് ഇനി അനുഭവിച്ചോ എന്നവരോട് പറയും. ഇതിന് അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ള തഫ്സീർ ഒരൊറ്റ വായന വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ചെറിയ കാര്യം ഉണ്ടാവും, അത് ഞാൻ അങ്ങ് തീർത്തു തരാം ഇൻഷാ അല്ലാഹ്. അതോട് കൂടി തീരും. ഐ അഥവാ അഫയസ്തവി, അങ്ങനെയാണെങ്കിൽ സമമാകുമോ? ഓ എന്നുള്ള ചോദ്യമാണ്. ആ എന്നുള്ളത് അദാത്ത് ഇസ്തിഫാം. ഫ എന്ന് പറയുന്നത് അത് തഅഖീബിനുള്ളതാണ്. കാര്യം നേരത്തെ പറഞ്ഞ ക്രമത്തിലാണെങ്കിൽ, ആ വിധത്തിലാണ് കാര്യമെങ്കിൽ, അപ്പോൾ യസ്തവി, സമമാകുമോ? ഹാദ, ഇവൻ സമമാകുമോ? ആരാണ് ഇവൻ? തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അല്ലദീ ഹദാഹുല്ലാഹ്, അവന് അല്ലാഹു ഹുദ നൽകിയിട്ടുണ്ട്, നൂറ് നൽകിയിട്ടുണ്ട്. വവഫഖഹു, അവൻ അല്ലാഹു തൗഫീഖ് ഏകിയിട്ടുണ്ട്. ലിസുലൂക്കി ത്വരീഖ്, വഴിയെ പ്രവേശിക്കാൻ. എന്തിനുള്ള തൗഫീഖ്? വഫഖലി എന്നാണ് തഅദീത്ത്. സുലൂക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ. എവിടെ പ്രവേശിക്കാൻ? അത്വരീഖ്, വഴിയില്. അൽ മൂസിലത്തി ലിദാരി കറാമത്തിഹി, അൽ മൂസില, ആ വഴി അവനെ കൊണ്ടെത്തിക്കുന്നതാണ്. എങ്ങോട്ട് കൊണ്ടെത്തിക്കും? ലിദാരി കറാമത്തിഹി, അവന്റെ കറാമത്തിന്റെ ഭവനത്തിലേക്ക്. അവൻ ആദരവുകളും ബഹുമാനങ്ങളും നൽകുന്ന, സുഖവും സൗകര്യങ്ങളും നൽകുന്ന ദാറു നഅ്മത്തിഹി വ കറാമത്തി, അവന്റെ അനുഗ്രഹങ്ങളുടെയും കറാമത്തിന്റെയും ഭവനത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന വഴിയിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി. അങ്ങനെയുള്ളവൻ സമമാകുമോ? കമൻ, ഇവിടെ ഇപ്പൊ പറയുന്ന ഇവനുമായിട്ട്, ഒരുത്തനുമായിട്ട്. ആ ഒരുത്തൻ, രണ്ടാമത്തെ ഒരുത്തൻ, താരതമ്യം ചെയ്യുന്ന രണ്ടാമത്തെ ആൾ ഈ ആയത്തിലാണ് പറയുന്നത്. കാന ഫിൽ ളലാൽ, അവൻ ഈ ദുനിയാവിൽ ജീവിച്ചത് വഴികേടിലാണ്, ഹിദായത്തിലായിരുന്നില്ല. വ മുഖാബിലുഹു അല്ലലാൽ, ഹിദായത്തു ഹുദ എന്നതിന്റെ മുഖാബിൽ, അതിന് വേഴ്സസ് അല്ലലാൽ, ആ ലലാലിലാണ്, വഴി തെറ്റിയാണ് അവൻ നടന്നിരുന്നത്. അവൻ അപഥസഞ്ചാരിയായിരുന്നു, വഴി തെറ്റിപ്പോയവനാണ്. വസ്തമറ അലാ ഇനാദിഹി, അവൻ ഇസ്തമറ, തുടർന്നു പോയി. ഹി കെപ്റ്റ് ഓൺ. എന്തിനാണ് അവൻ തുടർന്നത്? അലാ ഇനാദിഹി, അവന്റെ ഈ മാത്സര്യ ബുദ്ധിയോട്, സത്യത്തോടുള്ള മാത്സര്യത്തിനാണ് ഇനാദ് എന്ന് പറയാം. അത്
ഒരു തരം റിബല്ലിയൻ, ഒരു തരം ഒരു 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 പ്രതിലോമ സ്വഭാവത്തിനാണ്, പ്രതിലോമ മനോഭാവം, പ്രതിലോമകാരി എന്നൊക്കെയാണ് നമ്മൾ പറയാ. അതിന് പെർവെർട്ടഡ് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. അങ്ങനെയുള്ള ഇനാദിലാണ്, അങ്ങനെ വളരെ റിബല്യസ് ആയിട്ട് പോയിട്ടുള്ള ഒരുത്തനാണ് അവൻ. ഹത്താ ഖദിമൽ ഖിയാമ, അങ്ങനെ അവൻ അവന്റെ ഈ ലലാലത്തുമായി, അവന്റെ ഇനാദുമായി അവൻ ജീവിച്ചു. അങ്ങനെ അന്ത്യനാളിൽ അവൻ കേറി വന്നു. ഖദിമ, അവൻ അഡ്വാൻസ് ചെയ്തു വന്നു. എവിടെ? ഖിയാമത്ത് നാളിൽ അവൻ വന്നു. ഫജാഅഹുൽ അദാബുൽ അദീം, ആ ഖിയാമത്ത് നാളിൽ വെച്ചിട്ട് അവനെ പിന്നെ ഗ്രസിക്കുന്നത്, അവന്റെ അടുക്കൽ വരുന്നത് അൽ അദാബുൽ അദീം, ഭയാനകമായ ശിക്ഷയാണ്. ഫജഅല, അങ്ങനെ ആ ഭയാനകമായ ശിക്ഷ അവൻ അഭിമുഖീകരിക്കുമ്പോൾ, അവൻ ശിക്ഷയുമായി സന്ധിക്കേണ്ടി വരുമ്പോൾ, ഫജഅല യത്തഖി, അവൻ ആ ശിക്ഷയെ തടിക്കേണ്ടി വരുന്നത് ബിവജ്ഹിഹി, കൈകൊണ്ടല്ല, കാലുകൊണ്ടല്ല, മറ്റു പരിചകൾ കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടല്ല, സാമഗ്രി കൊണ്ടല്ല. തടുക്കാൻ അവിടെ ഒന്നുമില്ല, ചൂട് തടുക്കാൻ, ഒന്ന് മറക്കാൻ ഒരു തോർത്തു പോലുമില്ല. മറിച്ച് പച്ചക്ക് നഗ്നമായ അവന്റെ മുഖം കൊണ്ടാണ്. അല്ലദീ ഹുവ അഷ്റഫുൽ അഅ്ളാ, മുഖമാണല്ലോ ഒരു മനുഷ്യന്റെ ശരീരാവയവങ്ങളിൽ ഏറ്റവും അഷ്റഫ്, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും കുലീനമായ അവയവം അതാണല്ലോ. വഅദ്നാ ശൈഇൻ മിനൽ അദാബി യുഅസ്സിറു ഫീ, അദ്നാ ശൈ, ലീസ്റ്റ് വൺ, അതിനാ ഏറ്റവും ചെറുത്, ഏറ്റവും താണത്, ഏറ്റവും ചെറുത്. അദ്നാശി, കാര്യത്തിൽ ഏറ്റവും ചെറുത്. ഏതാണ് ഈ കാര്യം? മിനൽ അദാബ്, ശിക്ഷ. ശിക്ഷ എന്ന് പറയുന്ന ഇനത്തിലെ ഏറ്റവും ചെറിയൊരു ശിക്ഷ പോലും യുഅസ്സിറു ഫീ, അവന്റെ മുഖത്തെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അസ്സറ യുഅസ്സിറു എന്ന് പറഞ്ഞാൽ അത് ബാധിച്ചു, സ്വാധീനിച്ചു എന്ന് പറയും, ചിലപ്പോ ബാധിച്ചു എന്ന് പറയും. അസ്സറ യുഅസ്സിറു, അഫക്റ്റ് ചെയ്യുക, ഇംഗ്ലീഷിൽ അഫക്റ്റ് ആണ് അസ്സറ യുഅസ്സിറു. അവന്റെ മുഖത്ത് ഒരു ചെറിയ ശിക്ഷ, ശിക്ഷയുടെ ഏറ്റവും ചെറിയ ഒരു ലെവല് പോലും, ഒരു ചെറിയ ശിക്ഷ പോലും, ഏത് ചെറിയ ഗ്രേഡിലെ ശിക്ഷയാണെങ്കിലും അത് അവന്റെ മുഖത്തെ വല്ലാതെ ബാധിക്കും. അങ്ങനെയുള്ള ഏറ്റവും അഷ്റഫായ ആ അവയവം കൊണ്ട്, നഗ്നമായ മുഖം കൊണ്ട് അവൻ ശിക്ഷ തടുക്കേണ്ടി വരികയാണ്. ഫഹുവ യത്തഖീ ഫീഹി സൂഅൽ അദാബ്, അവിടെ പരലോകത്ത് വെച്ച് അഥവാ ഖിയാമത്ത് നാളിൽ ആ മുഖം കൊണ്ടാണ് അവൻ സൂഉൽ അദാബ്, ഏറ്റവും ദയനീയമായ, ദാരുണമായ ശിക്ഷയെ അവൻ തടുക്കേണ്ടി വരുന്നത്. ലന്നഹു, എന്തുകൊണ്ടാണത് കാര്യം? ഗുല്ലത്ത്, ഖദ് ഗുല്ലത്ത്, വൽ ഖദ് എന്ന് പറയുന്നത് ലിത്തഅക്കീദ്. ഗുല്ലത്ത്, അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധിപ്പിച്ചു എന്നാണ്. കൈകൾക്കൊക്കെ ആമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആമം വെക്കുന്നതിന് ഗല്ല എന്നർത്ഥം വരും. അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വഞ്ചിക്കുന്നതിനാണ് പറയാം. പൊതു സ്വത്തൊക്കെ അഴിമതി നടത്തി വഞ്ചിച്ചെടുക്കുന്നതിനാണ് വമൻ ഗല്ല യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. രണ്ടാമത്തെ ഗല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്ലൂലത്താക്കുക, അഥവാ പിന്നെ വിലങ്ങ് വെക്കുക, ബന്ധിപ്പിക്കുക, വിലങ്ങ് വെക്കുക. ഉല്ലത്തി യദാഹു വരിജ്ലാഹ്, അവന്റെ രണ്ട് കൈകളും അവന്റെ രണ്ട് കാലുകളും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒന്ന് തടുക്കൽ, കൈയോണ്ടോ മറ്റുള്ളോണ്ടോ ഒന്ന് തടുക്കാൻ ഒരു നിവൃത്തിയില്ല, കൈയും കാലും ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ശിക്ഷ അവൻ തടുക്കേണ്ടി വരുന്നത് അവന്റെ അഷ്റഫുൽ അഅ്ളാ ആയ അദ്നാ ശൈഇൻ മിനൽ അദാബ് യുഅസ്സിറു ഫീ, ശിക്ഷയിൽ നിന്നുള്ള ഏറ്റവും ചെറിയ ഗ്രേഡ് പോലും വല്ലാതെ അവന്റെ മുഖത്തെ ബാധിക്കും. അങ്ങനെയുള്ള ആ അവയവം കൊണ്ടാണ് അവൻ നേർക്ക് നേരെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ആ മുഖം കുത്തി വീഴും, അവനെ നരകത്തിലെറിയുമ്പോ മുഖം കുത്തി വീഴും, വീണാ നിക്കൂല, മുഖം കൊണ്ട് അവൻ അതിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. അങ്ങനെ മസ്സ സഖർ, അവരോട് പറയും, ഇനി അനുഭവിച്ചോ ഈ നരകം. ആ നരകം നിങ്ങളെ സ്പർശിക്കുന്നത്, നരകം നിങ്ങളെ പിടികൂടുന്നത്, നരകം നിങ്ങളെ ബാധിക്കുന്നത്, നരകം നിങ്ങളെ ഗ്രസിക്കുന്നത്, അനുഭവിച്ചോളൂ. വഖീല ലിൽവാലിമീൻ ഐ ലിൽവാലിമീന അൻഫുസഹും, സ്വന്തത്തോട് ദുൽമ ചെയ്തിട്ടുള്ള, അതിക്രമം ചെയ്തിട്ടുള്ള. എങ്ങനെയാണ് സ്വന്തത്തോട് അതിക്രമം ചെയ്യുക? ബിൽ കുഫ്ർ വൽ മആസി, കുഫറും മാസിയത്തും കൊണ്ട്. തൗബീഹൻ വ തഖരിയാൻ, അവരോട് പറയുന്നത് തൗബീഹൻ, അവരെ പറ്റ നാണം കെടുത്താനാണ്, അപമാനിക്കാനാണ്. വ തഖരിയാൻ, അവരെ അങ്ങോട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തകർന്നിട്ടുണ്ട്, ആ തകർന്നതിന് മേൽ ഒരു നല്ല ഒരു പ്രഹരം കൂടി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ഇങ്ങനെ ഒരു ഹൃദയത്തിൽ കൊള്ളുന്ന, ആത്മാവിൽ കൊള്ളുന്ന ഒരു വാക്കും കൂടി പറയുന്നത്. ദൂഖൂ മാ കുന്തും തക്സിബൂൻ, നിങ്ങൾ തന്നെ വലിച്ചു കൂട്ടിയ, നിങ്ങൾ തന്നെ സമ്പാദിച്ച, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ കാര്യം ഇനി അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ എന്നവരോട് പറയും. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. നിങ്ങൾ വായിച്ചു നോക്കിയാൽ കിട്ടും. ഉല്ലത്ത് എന്നുള്ളത് വായിക്കുന്നിടത്ത് മാത്രമേ സംശയം ഉണ്ടാവൂ, വേറെ എവിടെ ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞു. അപ്പോ
കഴിഞ്ഞു. ആയത്തൊന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഫമൻ യത്തഖീ ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. വെറും മന്തൂഖ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആശയം കിട്ടാതെ ചിലർ തപ്പിപ്പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ മന്തൂഖും മഫ്ഹൂമും ഒന്ന് ആമുഖമായിട്ട് വിശദീകരിച്ചു തന്നത്. ഇതിന്റെ മഫ്ഹൂമ് നേരത്തെ ആയത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം മനസ്സിലാക്കാൻ. രണ്ടു തരം ആളുകളെ അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സ്ട്രിഞ്ച് അനുസരിച്ചിട്ട് ഹിദായത്ത് കിട്ടിയിട്ടുള്ള ആളുകൾ, അവരും ഇവരും സമമാണോ? രണ്ടാമത് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ പറയുന്നവൻ, അവന്റെ അവസ്ഥ യബ്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ وقيل للظالمين ذوقوا ما كنتم تكسبون. هذا والله تعالى أعلم، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.